സുഹൃത്തുക്കളെ, ഇന്ത്യൻ പ്രതിരോധ മേഖലയിൽ നിന്നും ഇതാ ഒരു വലിയ ബ്രേക്കിംഗ് ന്യൂസ്. ഇന്ത്യ അതീവ രഹസ്യമായിട്ട് വികസിപ്പിക്കുന്ന 5ാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനം ആംക ആദ്യമായിട്ടൊരു ഉപഗ്രഹ ചിത്രത്തിൽ പതിഞ്ഞിരിക്കുന്നു. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഉപഗ്രഹ ചിത്രത്തിൽ കാണപ്പെട്ടത് വെറും ഒരു കളിപ്പാവയോ താൽക്കാലിക മാതൃകയോ അല്ല, മറിച്ച് ഇന്ത്യ അതീവ രഹസ്യമായിട്ട് നിർമ്മിച്ചെടുക്കുന്ന ആംകയുടെ ഫുൾ സ്കെയിൽ എഞ്ചിനീയറിംഗ് എയർഫ്രെയിമാണ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ രഘുനാഥ് ചൈതന്യ ഡിഫൻസ് ആൻഡ് ജിയോ പൊളിറ്റിക്സിന്റെ ഏറ്റവും പുതിയ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഓപ്പൺ പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഈ വീഡിയോയിലൂടെ ഏതെങ്കിലും നമ്മുടെ പ്രതിരോധ രഹസ്യങ്ങൾ ചോർന്നു പോകുമോ എന്ന ആവലാതി വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആരംഭിക്കാം. ഇവിടെ ഇപ്പം നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന ഈ സാറ്റലൈറ്റ് ചിത്രത്തിലാണ് ഇന്ത്യയുടെ സ്വപ്ന വിമാനമായ ആംകയുടെ രൂപരേഖ വ്യക്തമായിട്ട് ദൃശ്യമാകുന്നത്. ഈ ചിത്രം എവിടെ നിന്നുള്ളതാണെന്ന് അറിയാമോ? ഹൈദരാബാദ് സിറ്റി സെൻറ്ററിൽ നിന്നും ഏകദേശം 35 കിലോമീറ്റർ അകലെയുള്ള ദിണ്ടിഗൽ എയർഫോഴ്സ് സ്റ്റേഷനിൽ നിന്നാണ് ഈ ചിത്രം. എയർഫോഴ്സ് സ്റ്റേഷന്റെ ഉള്ളിൽ DRDOയുടെ അതീവ സുരക്ഷയുള്ള പല ഗവേഷണ കേന്ദ്രങ്ങളും ഉണ്ട്. അതിലൊന്നാണ് ഓറഞ്ച് എന്നറിയപ്പെടുന്ന ഈ ഫെസിലിറ്റി. ഓപ്പൺ റേഞ്ച് എന്നതിൻ്റെ ചുരുക്കപ്പേരാണ് ഓറഞ്ച്. ഇവിടെയാണ് ഇന്ത്യയുടെ പുതിയ പ്രതിരോധ സാങ്കേതിക വിദ്യകളുടെ ഏറ്റവും നിർണായകമായ RCS ടെസ്റ്റിങ്ങുകൾ നടക്കുന്നത്. തുറസായ ഒരു വലിയ മൈതാനത്തിന് നടുവിലായിട്ട് സ്ഥാപിച്ചിട്ടുള്ള ഒരു പ്രത്യേക പില്ലറിൻ്റെ മുകളിലാണ് ഈ ഭീമാകാരമായ ആംക എയർഫ്രെയിം ഘടിപ്പിച്ച് നിർത്തിയിരിക്കുന്നത്. പലർക്കും തോന്നാം, എന്താണ് ഈ ഫുൾ സ്കെയിൽ എഞ്ചിനീയറിംഗ് എയർഫ്രെയിം FSEA എന്നും എന്താണ് RCS ടെസ്റ്റിംഗ് എന്നും. ഇത് യഥാർത്ഥത്തിൽ പറക്കാൻ പോകുന്ന ആംക വിമാനത്തിൻ്റെ കൃത്യമായ വലിപ്പത്തിലും, അതായത് 1:1 സ്കെയിലിൽ, അതേ ജാമിതീയ അളവുകളിലും അതേ കാർബൺ കോമ്പോസിറ്റ് മെറ്റീരിയലുകൾ ഉപയോഗിച്ചും നിർമ്മിച്ചെടുത്ത വിമാനത്തിൻ്റെ യഥാർത്ഥ ശരീരഘടനയാണ്. ഇതിൽ എഞ്ചിനോ മറ്റ് ഏവിയോണിക് സംവിധാനങ്ങളോ ഉണ്ടാവില്ല. ഇതിൻ്റെ ഒരേ ഒരു ലക്ഷ്യം വിമാനത്തിൻ്റെ ആകൃതി റഡാറുകളെ എത്രത്തോളം വെട്ടിക്കുന്നു എന്ന് പരീക്ഷിക്കുക മാത്രമാണ്. RCS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഡാർ ക്രോസ് സെക്ഷൻ എന്നാണ് അർത്ഥം. അതായത് ഒരു വിമാനത്തിലേക്ക് റഡാർ തരംഗങ്ങൾ ചെന്ന് പതിക്കുമ്പോൾ എത്രത്തോളം തരംഗങ്ങൾ തിരികെ റഡാറിലേക്ക് പ്രതിഫലിക്കുന്നു എന്നതിൻ്റെ അളവാണ് RCS. RCS എത്രത്തോളം കുറവായിരിക്കുമോ അത്രത്തോളം ആ വിമാനം ശത്രു റഡാറുകൾക്ക് അദൃശ്യമായിരിക്കും. ദിണ്ടിഗലിലെ ഈ ഓപ്പൺ റേഞ്ചിൽ വെച്ച് ദൂരെയുള്ള പല ടവറുകളിൽ നിന്നും ഈ ആംക എയർഫ്രെയിമിൻ്റെ വിവിധ വശങ്ങളിലേക്ക് റഡാർ തരംഗങ്ങൾ കടത്തിവിട്ട് പരിശോധന നടത്തുകയാണ് ചെയ്യുന്നത്. ഇതിൽ വിമാനത്തിൻ്റെ ജിയോമെട്രി, അതായത് ആകൃതി പരിശോധിക്കും. അതായത് വിമാനത്തിൻ്റെ കോണുകൾ റഡാർ തരംഗങ്ങളെ തിരിച്ച് റഡാറിലേക്ക് അയക്കാതെ ചിതറിച്ച് കളയുന്നുണ്ടോ എന്നാണ് പരിശോധിക്കുന്നത്. അതുപോലെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ലാമിനേറ്റുകൾ എന്ന് പറഞ്ഞാൽ ബോഡി പാനലുകൾ ചേരുന്ന ഭാഗങ്ങൾ കൃത്യമാണോ എന്ന് ഉറപ്പുവരുത്തും. പിന്നെ റഡാർ അബ്സോർബൻ മെറ്റീരിയലുകൾ, അതായത് റഡാർ തരംഗങ്ങളെ ആഗിരണം ചെയ്യുന്ന പ്രത്യേക പെയിന്റുകൾ ഇതിൽ അടിച്ചിട്ടുണ്ടാവും. അത് എത്രത്തോളം ഫലപ്രദമാണെന്നും അളക്കും. ഇതിനു മുമ്പ് ഇന്ത്യയുടെ സ്വന്തം തേജസ് വിമാനങ്ങൾക്കും വിവിധ മിസൈലുകൾക്കും ഇത്തരത്തിലുള്ള RCS പരീക്ഷണങ്ങൾ ഇവിടെ നടത്തിയിട്ടുണ്ട്. എന്നാൽ ആംക ഒരു പൂർണ്ണ സ്റ്റെൽത്ത് വിമാനമായതുകൊണ്ട് തന്നെ ഇവിടുത്തെ പരീക്ഷണങ്ങളും അതീവ സങ്കീർണമായിരിക്കും. ഇപ്പോഴത്തെ ഈ സാറ്റലൈറ്റ് ചിത്രത്തിൽ കാണുന്ന ഈ വിമാനം യഥാർത്ഥത്തിൽ പറക്കുന്ന പ്രോട്ടോടൈപ്പ് അല്ല, മറിച്ച് പരീക്ഷണങ്ങൾക്കായിട്ട് തയ്യാറാക്കിയ എയർഫ്രെയിം മോഡൽ മാത്രമാണ്. അപ്പോൾ പലരും ചോദിക്കുന്നുണ്ടാവും, വിമാനം നിർമ്മിക്കാനുള്ള സ്വകാര്യ കമ്പനികളെ ഇനിയും പൂർണ്ണമായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ഈ ടെസ്റ്റിംഗ് ഇപ്പോൾ നടത്തുന്നത് എന്ന്. ഇവിടെയാണ് DRDOയുടെ കീഴിലുള്ള ADA എന്ന് പറഞ്ഞാൽ എയറോനോട്ടിക്കൽ ഡെവലപ്മെൻറ്റ് ഏജൻസി ബുദ്ധിപൂർവ്വം പ്രവർത്തിച്ചത്. ആംകയുടെ അടിസ്ഥാന ഡിസൈൻ ഇതിനോടകം 20 തവണയാണ് മാറ്റങ്ങൾക്ക് വിധേയമാക്കിയിട്ടുള്ളത്. ഓരോ തവണയും ഇത്തരം RCS ടെസ്റ്റിങ്ങുകളിൽ നിന്ന് ലഭിക്കുന്ന കൃത്യമായ ഡേറ്റ സ്റ്റഡി ചെയ്യുകയും അതിനനുസരിച്ചിട്ട് റഡാർ കണ്ണുകളിൽ പെടാതിരിക്കാനായിട്ട് വിമാനത്തിൻ്റെ ഡിസൈൻ വീണ്ടും പരിഷ്കരിച്ചു കൊണ്ടിരിക്കുകയും ചെയ്തു. ഈ 20 മാറ്റങ്ങൾക്ക് ശേഷമുള്ള ഏറ്റവും പെർഫെക്റ്റായ മാതൃകയാണ് ഇപ്പോൾ ദണ്ഡികളിൽ ഈ ഫുൾ സ്കെയിൽ എയർഫ്രെയിമിലൂടെ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ സാറ്റലൈറ്റ് ചിത്രം പുറത്തു വന്നപ്പോൾ പ്രതിരോധ നിരീക്ഷകരുടെ ഇടയിൽ വലിയൊരു സംശയം ഉയർന്നു വന്നു. മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഈ വിമാനത്തിന് ഒരൊറ്റ എഞ്ചിൻ മാത്രമേ ഉള്ളൂ എന്ന് തോന്നാമല്ലോ എന്ന്. യഥാർത്ഥത്തിൽ ഇതൊരു ഒപ്റ്റിക്കൽ ഇല്യൂഷൻ അല്ലെങ്കിൽ കാഴ്ചയിലെ തെറ്റിദ്ധാരണ മാത്രമാണ്. ആംകയുടെ സ്റ്റെൽത്ത് ഡിസൈൻ അനുസരിച്ചിട്ട് അതിൻ്റെ 2 എഞ്ചിനുകളും പരസ്പരം വളരെ ചേർന്നാണ് ഘടിപ്പിച്ചിരിക്കുന്നത്.
വിമാനത്തിന്റെ പിൻഭാഗത്തെ വായുപ്രവാഹവും ഘടനയും റഡാറിന് പിടികൊടുക്കാത്ത രീതിയിൽ ഒതുക്കി നിർത്തിയിരിക്കുന്നത് കൊണ്ടാണ് ഉയർന്ന റെസൊല്യൂഷനിലുള്ള ഉപഗ്രഹ ചിത്രത്തിൽ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഇത് സിംഗിൾ എഞ്ചിൻ വിമാനമാണ് എന്ന തോന്നലുണ്ടാകുന്നത്. ഇത് യഥാർത്ഥ ഇരട്ട എഞ്ചിൻ ആംക മോഡൽ തന്നെയാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ, കഴിഞ്ഞ എയ്റോ ഇന്ത്യ 2025 എക്സിബിഷനിൽ ഇന്ത്യ ഒരു വലിയ ആംക മോഡൽ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് വെറും ഒരു കളിപ്പാവയൊന്നും ആയിരുന്നില്ല, മറിച്ചൊരു എഞ്ചിനീയറിംഗ് മോഡലായിരുന്നു. അതായത് യഥാർത്ഥ വിമാനത്തിനോട് ഏറ്റവും അടുത്ത സാദൃശ്യമുള്ള രൂപം. അവിടെ ഉണ്ടായിരുന്ന ശാസ്ത്രജ്ഞർ വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട്. ടർക്കി അവരുടെ 5ാം തലമുറ വിമാനമായ കാൻ പ്രൊജക്റ്റിൽ ചെയ്തതുപോലെ എങ്ങനെയെങ്കിലും വിമാനത്തെ ആദ്യം ഒന്ന് ആകാശത്തെത്തിക്കുക എന്ന നയം ഇന്ത്യ സ്വീകരിച്ചിരുന്നെങ്കിൽ ആ എഞ്ചിനീയറിംഗ് മോഡൽ അല്പം മാറ്റങ്ങളോടെ ഇന്ത്യക്ക് അപ്പം തന്നെ പറത്താൻ സാധിക്കുമായിരുന്നു. പക്ഷേ ഇന്ത്യ ധൃതി പിടിച്ചൊരു വിമാനം പറത്തുന്നതിനേക്കാളും പ്രാധാന്യം നൽകിയത് അതിൻ്റെ പെർഫെക്റ്റ് സ്റ്റെൽത്ത് ശേഷിക്കും കൃത്യമായ സാങ്കേതിക വിദ്യയ്ക്കുമാണ്. അതുകൊണ്ടാണ് നമ്മൾ പരീക്ഷണങ്ങൾ ഘട്ടം ഘട്ടമായിട്ട് പൂർണ്ണതയോടെ ചെയ്യുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് 2022 തന്നെ വിമാനത്തിൻ്റെ പ്രധാന ഭാഗങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള മെറ്റൽ കട്ടിംഗ് ജോലികളും ഇന്ത്യ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ആംകയുടെ കാര്യത്തിൽ തുടക്കം മുതലേ ഭാരത സർക്കാർ ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു: ഈ വിമാനം നിർമ്മിക്കുന്നത് സ്വകാര്യ കമ്പനികളുടെ കൂട്ടായ്മയായിരിക്കും. ടാറ്റ, L&T, ഭാരത് ഫോർജ് തുടങ്ങിയ പ്രമുഖ സ്വകാര്യ കമ്പനികളാണ് ഇതിനായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. ഇതിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന സ്വകാര്യ പങ്കാളിക്ക് പ്രോട്ടോടൈപ്പ് നിർമ്മാണ ഘട്ടം മുതൽക്കേ വിമാനത്തിൻ്റെ സാങ്കേതികവിദ്യയും രൂപകൽപ്പനയും പൂർണ്ണമായിട്ട് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഭാവിയിൽ വിമാനം വൻതോതിൽ ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഇത് കാലതാമസം ഒഴിവാക്കാനായിട്ട് സഹായിക്കും. ഈ പുതിയ സിസ്റ്റം നടപ്പിലാക്കാൻ മാത്രം ഭാരത സർക്കാരിന് ഏകദേശം 4.5 വർഷത്തോളം സമയമെടുക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ ചോദ്യം ഇതാണ്: ഈ ഉപഗ്രഹ ചിത്രത്തിൽ കണ്ട വിമാനം എപ്പോൾ പറക്കും? നേരത്തെ പറഞ്ഞതുപോലെ ഇത് RCS ടെസ്റ്റിംഗ് എയർഫ്രെയിം മോഡൽ മാത്രമാണ്. യഥാർത്ഥത്തിൽ പറക്കാൻ പോകുന്ന ആദ്യത്തെ 5 പ്രോട്ടോടൈപ്പുകൾ നിർമ്മിക്കുന്നത് ആന്ധ്രാപ്രദേശിലെ പുട്ടപർത്തിയിലായിരിക്കും. പുട്ടപർത്തിയിലെ പ്ലാന്റിൽ നിന്നും യഥാർത്ഥ വിമാനങ്ങൾ പുറത്തിറങ്ങും. അതുകൊണ്ട് തന്നെ ഈ പ്രൊജക്ടിൻ്റെ വരാനിരിക്കുന്ന പ്രധാന നാഴികക്കല്ലുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമതായിട്ട് ഡിസൈൻ ഫൈനലൈസേഷൻ. ഇത് നിലവിലെ ഡിണ്ടിഗലിലെ ഓറഞ്ച് ഫെസിലിറ്റിയിൽ പുരോഗമിക്കുന്നുണ്ട്. രണ്ടാമതായിട്ട് പ്രോട്ടോടൈപ്പ് നിർമ്മാണം. ഇത് 2026-27 കാലയളവിൽ പുട്ടപർത്തിയിലെ പ്ലാന്റിൽ വെച്ച് ആരംഭിക്കും. ആദ്യത്തെ ഔദ്യോഗിക പറക്കൽ 2028 ഒടുവിൽ ആദ്യ പ്രോട്ടോടൈപ്പ് ആകാശത്തേക്ക് കുതിച്ചുയരും. ചുരുക്കത്തിൽ ഉപഗ്രഹ ചിത്രത്തിൽ ചോർന്ന ഈ ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത് ഇന്ത്യയുടെ 5ാം തലമുറ യുദ്ധവിമാന പദ്ധതി വെറും കടലാസിൽ ഒതുങ്ങുന്ന ഒന്നല്ല എന്നാണ്. നമ്മൾ ഫുൾ സ്കെയിൽ എയർഫ്രെയിം നിർമ്മിച്ച് അതിൻ്റെ അന്തിമ പരീക്ഷണങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞു. സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തം കൂടി ഉറപ്പാക്കുന്നതോടെ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് വരും ദശകങ്ങളിൽ ആകാശത്ത് പൂർണ്ണ മേധാവിത്വം ഉറപ്പാക്കാനായിട്ട് ആംകയ്ക്ക് സാധിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. സുഹൃത്തുക്കളെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പ്രതിരോധ വാർത്തകൾ വേഗത്തിൽ മലയാളത്തിൽ അറിയാനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു പുതിയ അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ഭാരത് മാതാ കി ജയ്.